السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സ്ത്രീവിശ്വാസികളെ, ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ ഹഫിദഹുള്ളയുടെ അഖീദത്തു തൗഹീദ് എന്ന കിതാബിൽ നാം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന രണ്ട് ഷഹാദത്തുകൾ അഥവാ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള, ദീനിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഈ രണ്ട് ഷഹാദത്തുകളെ കുറിച്ചുള്ള പഠനങ്ങളാണ്. അതിന്റെ അർത്ഥം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള വിഷയങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. അതിന്റെ ആശയവും അതുപോലെ അർക്കാനുകളുമാണ് കഴിഞ്ഞ ദിവസത്തിൽ നാം പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് രണ്ട് റുക്നുകളാണ്, ഒന്ന് അൻ-നഫ്യു, രണ്ട് അൽ-ഇസ്ബാത്തു എന്നുള്ളത്. അതുപോലെ തന്നെ മുഹമ്മദ് റസൂലുള്ളാഹിക്ക് രണ്ട് റുക്നുകൾ, ഒന്ന് അബ്ദാണ്, രണ്ട് റസൂലാണ് എന്നുള്ളത്. ഈ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. അതിന്റെ ദലീലുകളെല്ലാം നമ്മൾ പറഞ്ഞു. നാം സൂചിപ്പിച്ചതുപോലെ ഇത് അഖീദയുടെ അടിസ്ഥാന പാഠങ്ങളാണ് ഈ കിതാബിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ആ കാര്യമെന്നും അതിനുള്ള ദലീൽ എന്താണെന്നും പഠിക്കാൻ ശ്രമിക്കുക. ഇനി അത് പഠിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ദലീൽ ഏത് ആയത്താണ്, ഇന്ന സൂറത്തിലെ ഇത്രാമത്തെ ആയത്താണ് എന്നെങ്കിലും, അത് ഒരു ഇളവാണ് കേട്ടോ. പഠിക്കാൻ സാധിക്കുന്നവർ ഒരു വിഷയത്തിന് ഒരു ദലീലെങ്കിലും പഠിക്കുക. ഇനി അതിനും സാധിക്കാത്ത ആളുകൾ, പല ആളുകൾക്കും പല ഫഹമും പല ദക്കാവും പല ബുദ്ധിയുമായിരിക്കും. ഇന്ന സൂറത്തിലെ ഇത്രാമത്തെ ആയത്ത് ഇതിനുള്ള ദലീലാണ് എന്നും ഇത് ഇങ്ങനെയാണ് ഇതിന്റെ വജ്ഹുൽ ഇസ്തിദ്ലാൽ എന്ന് പറയും, അഥവാ ഈ കാരണം കൊണ്ടാണ് ഇത് തെളിവാകുന്നത് എന്നും നാം മനസ്സിലാക്കുക. ഷെയ്ഖ് ഓരോന്നിനും അങ്ങനെ പറയുന്നുണ്ട്. ഇനി സാലിസൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട് മഅന പറഞ്ഞു, അർക്കാനുകൾ പറഞ്ഞു. സാലിസൻ മൂന്നാമത്തെ ചർച്ച ഷെയ്ഖ് കൊണ്ടുവരുന്നത് ശുറൂതു ഷഹാദതൈൻ, ഈ രണ്ട് ഷഹാദത്തുകളുടെ ഷർത്തുകളാണ്, നിബന്ധനകളാണ്. ഷർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസൂലിയായി പറയുകയാണ് എങ്കിൽ ഒരു അമല് സ്വീകരിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യമാണ്, അമലിന് മുമ്പ് നടക്കുന്ന കാര്യമാണ്. ഷർത്ത് എന്നുള്ളത് ഒരു അമലിനെ മുമ്പേ ഉണ്ടാകുന്ന കാര്യമാണ്. ഷർത്ത് സംഭവിച്ചതുകൊണ്ട് അമല് നടന്നുകൊള്ളണം നിർബന്ധമില്ല, എന്നാൽ അമല് ശരിയാവണമെങ്കിൽ ഷർത്ത് ആവശ്യവുമാണ്. ഇതാണ് ഉസൂലിയായിട്ട് താരീഫ് പറയാറുള്ളത്. അറബിയിൽ അതിന്റെ ഒരു താരീഫ് ഉണ്ട്. ആശയം മനസ്സിലാക്കാൻ, ഷർത്ത് സംഭവിച്ചു എന്നതുകൊണ്ട് അമല് നടക്കണമെന്ന് നിർബന്ധമില്ല, എന്നാൽ അമല് ശരിയാവണമെങ്കിൽ ഷർത്ത് ആവശ്യമാണ്. ഇനി ഒന്നുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാം. നിസ്കാരത്തിന്റെ ഷർത്താണ് എന്ത്? വുദു. നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ ഒന്നാണ് വുദു എന്നുള്ളത്. വുദു എടുത്തു എന്നതുകൊണ്ട് ഒരാൾ നിസ്കരിച്ചോളണം എന്തില്ല, നിർബന്ധമില്ല. ഒരാൾ വുദു എടുത്തുകൊണ്ട് നിസ്കാരം സംഭവിച്ചോളന്ന് അവിടെ നിർബന്ധമില്ല. എന്നാൽ നിസ്കാരം ശരിയാകണമെങ്കിൽ എന്ത് നിർബന്ധമാണ്? വുദു നിർബന്ധമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് എന്ത് പറയുക? ഷർത്ത് എന്ന് ഉസൂലിയായിട്ട് പറയുക. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകൾ എന്ന് പറയുമ്പോൾ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു എന്ന് വിചാരിക്കുക. ആ പറയുന്നതിന് മുമ്പ് തന്നെ ആ പറച്ചിലിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകണമെങ്കിൽ, സ്വീകരിക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ള നിബന്ധനകൾ, കണ്ടീഷൻസ്, അതിനാണ് ശുറൂത്തു, അല്ലെങ്കിൽ ശുറൂത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലെങ്കിൽ ശുറൂത്തു മുഹമ്മദ് റസൂലുള്ളാഹ് എന്നീ കാര്യങ്ങൾ പറയുന്നത്, ഷർത്ത് എന്ന് പറയുന്നത്. ഇനി ഷെയ്ഖ് പറയുന്നു ശുറൂത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിബന്ധനകൾ. لا بد في شهادة أن لا إله إلا الله من 7 شروط. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ് 7 നിബന്ധനകൾ എന്നുള്ളത്. 7 നിബന്ധനകൾ നിർബന്ധമായിട്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഉണ്ടായിരിക്കണം. ലാ തൻഫഉ ഖായിലഹാ ഇല്ലാ ബിജ്തിമാഇഹാ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഈ ഷർത്തുകൾ ഒരാളിൽ ഒരുമിച്ചിട്ടില്ല എങ്കിൽ, ഒരാളിൽ ഏകോപിച്ചിട്ടില്ല എങ്കിൽ അവന്റെ വെറും വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വെറും വാക്ക് അവന് ഒരു ഉപകാരവും ചെയ്യാൻ പോകുന്നില്ല. അതായത് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു എന്നതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകണമെങ്കിൽ ഷർത്തുകൾ അവിടെ പാലിക്കപ്പെട്ടിരിക്കണം. വഹിയ അലാ സബീലിൽ ഇജ്മാൽ, ഈ 7 നിബന്ധനകൾ മൊത്തത്തിൽ പറയുകയാണ് എങ്കിൽ എന്ന് പറഞ്ഞ് 7 പറയുകയാണ്. അൽ അവ്വലു, ഒന്നാമത്തേത് അൽ ഇൽമുൽ മുനാഫി ലിൽ ജഹൽ,
ജഹ്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരമില്ലായ്മ എന്നർത്ഥം, അറിവുകേട്, അതിനെതിരാകുന്ന അറിവില്ലായ്മക്കെതിരാകുന്ന അറിവ്, ജഹലിനെതിരാകുന്ന അറിവ്. അസാനി രണ്ടാമത്തേത് അൽ യഖീനുൽ മുനാഫി ലിശ്ശക്ക്, സംശയത്തിനെതിരാകുന്ന ദൃഢത, യഖീൻ എന്ന് പറഞ്ഞാൽ ദൃഢത. അസാലിസ് അൽ ഖബൂലു അൽ മുനാഫി ലിറദ്ദ്, തള്ളിക്കളയുന്നതിന് എതിർത്ത് നിൽക്കുന്നതിന് എതിരാകുന്ന അംഗീകരണം, അംഗീകരിക്കുക. കബൂൽ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുക. ഓരോന്നും ദലീൽ വെച്ച് നമ്മൾ വിശദീകരിക്കും. അറാബി നാലാമത്തേത് അൽ ഇൻഖിയാദുൽ മുനാഫി ലിത്തർക്ക്, ഒഴിവാക്കുന്നതിന് എതിരായിക്കൊണ്ടുള്ള ഇൻഖിയാദ്. ഇൻഖിയാദ് എന്ന് പറഞ്ഞാൽ ഇസ്തിസ്ലാം, കീഴൊതുങ്ങുക എന്നുള്ള അർത്ഥം. കീഴൊതുങ്ങുക, അനുസരിക്കുക, പിൻപറ്റുക എന്നുള്ള അർത്ഥമൊക്കെയാണ് ഇൻഖിയാദിന് വരിക. അൽ ഖാമിസ് അഞ്ചാമത്തേത് അസ്ദിഖു അൽ മുനാഫി ലിൽ കദിബ്, കദിബിന് കളവിനെതിരാകുന്ന സിദ്ഖ്, കാപട്യത്തിനെതിരാകുന്ന സത്യസന്ധത. അസാദിസ് ആറാമത്തേത് അൽ ഇഖ്ലാസു അൽ മുനാഫി ലിശ്ശിർക്ക്, ഷിർക്കിനെതിരാകുന്ന, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതിനെതിരാകുന്ന സിദ്ഖ്, സത്യസന്ധത. അസ്സാബി ഏഴാമത്തേത് അൽ മഹബ്ബത്തുൽ മുനാഫിയത്തു ലിദ്ദിഹാ വഹുവൽ ബഗ്ദാ, മഹബ്ബത്ത് ഇഷ്ടം, അതിന്റെ എതിരിനോട് ഓപ്പോസിറ്റ് ആകുന്നത്, എതിര് പറഞ്ഞാൽ വെറുപ്പ്, വിദ്വേഷം, അതിനോടെതിരാകുന്ന ഇഷ്ടം. ഈ 7 കാര്യങ്ങളാണ് ലാ ഇലാഹ ഇല്ലയുടെ ശുറൂത്തുകൾ. ചില പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ 8ാമത്തേത് ആയിട്ടുകൊണ്ട് അൽ കുഫ്റു ബിത്താഗൂത്ത് എന്നുകൂടി കൊടുക്കാറുണ്ട്. പക്ഷെ അത് ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന നിലക്ക് 7 പൊതുവെ ഉലമാക്കൾ ലാ ഇലാഹ ഇല്ലയുടെ നിബന്ധനയായിട്ട് പറയാറുള്ളത്. ഇത് പഠിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് 7 നിബന്ധനകളാണ്: ഇൽമ്, യഖീന്, ഖബൂല്, ഇൻഖിയാദ്, സിദ്ഖ്, ഇഖ്ലാസ്, മഹബ്ബ എന്നുള്ളത്. ഇത് സലഫുകളുടെ കാലത്ത് തന്നെ അറിയപ്പെട്ടിരുന്ന ഒരു കാര്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് കേവലം ഒരു വാക്കല്ല, അതിന് ചില നിബന്ധനകളുണ്ട് എന്നുള്ളത് സലഫുകളുടെ കാലത്ത് തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഉലമാക്കൾ പരാമർശിച്ചിട്ടുള്ള കാര്യമാണ്. പല അസറുകളും ഈ ഒരു അർത്ഥത്തിലേക്ക് ചൂണ്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹിയുടെ അടുക്കൽ വന്ന് ചില ആളുകൾ പറയുകയുണ്ടായി, ഇന്നനാസൻ യഖൂലൂൻ, ജനങ്ങളൊക്കെ പറയുന്നുണ്ട്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി അവന് സ്വർഗമുണ്ട് എന്ന് ജനങ്ങളൊക്കെ പറയുന്നുണ്ട് എന്ന് ഹസനുൽ ബസ്രി റഹിമഹുള്ളാഹിയുടെ അടുക്കൽ വന്ന് പറയുകയുണ്ടായി. അപ്പൊ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഅദ്ദാ ഹഖ്ഖഹാ വഫർദഹാ ദഖലൽ ജന്ന, ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് അതിന്റെ അവകാശങ്ങളും അതിന് നിർബന്ധമാകുന്ന കാര്യങ്ങളും എല്ലാം വീട്ടിക്കൊടുക്കുന്നത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പറഞ്ഞു. അപ്പോ അതിന് ചില നിബന്ധനകളുണ്ട് എന്നാണ് അതിന്റെ ഉദ്ദേശമായിക്കൊണ്ട് ഹസനുൽ ബസ്രി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സലഫുകളിൽപ്പെട്ട വഹ്ബ് ഇബ്നു മുനബ്ബിഹ് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു ഒരിക്കൽ, അലൈസ മിഫ്താഹുൽ ജന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, സ്വർഗത്തിന്റെ താക്കോലല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചോദിക്കപ്പെട്ടു. അഥവാ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആവശ്യമായിട്ടുള്ള താക്കോലല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ബല, അതെ, സംശയമില്ല. വലാകിൻ മാ മിൻ മിഫ്താഹിൻ ഇല്ലാ ലഹു അസ്നാൻ, പക്ഷേ ഒരു ചാവിയുമില്ല, അതിന് ഓരോ ചാവിക്കും അതിൻ്റെതായ ഡിസൈനുകൾ, അതിൻ്റെതായ പല്ലുകളില്ലാതെ ഒരു ചാവിയുമില്ല. ഫൈൻ അതൈത ബിമിഫ്താഹിൻ ലഹു അസ്നാൻ ഫുത്ഹിഹ ലക് വഇല്ലാ ലം യുഫ്തഹ് ലക്, ശരിയായിട്ടുള്ള ആ പല്ലുള്ള ഡിസൈനുള്ള ചാവിയുമായിട്ടാണ് നീ വരുന്നതെങ്കിൽ നിനക്കത് തുറക്കപ്പെടും, അതല്ല എങ്കിൽ നിനക്കത് തുറക്കപ്പെടുകയില്ല എന്ന് പറയാണ്. അപ്പോ ചാവിയുണ്ട്, ചാവി ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, പക്ഷെ ആ ചാവിക്ക് എന്തുണ്ട്? അതിൻ്റെതായ ശരിയായ ചില കാര്യങ്ങൾ. ഇങ്ങനെ ധാരാളം അസറുകളിൽ ഈ ഒരു ഷർത്തുകളെ പറ്റി ചർച്ച ചെയ്യുകയും പിന്നീട് ഉലമാക്കൾ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ആവശ്യമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഖുർആനിൽ വന്നിട്ടുള്ള ഏത് ഇബാദത്ത് പോലെയും, സംസ്കാരത്തിന്റെ ഷർത്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇബാദത്തിന്റെ ഷർത്ത്, നോമ്പിന്റെ ഷർത്ത് അല്ലെങ്കിൽ ഹജ്ജിന്റെ ഷർത്ത്, ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നതാണ് ഷർത്തുകൾ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചതല്ല. വിചാരിച്ച ഒരു ദിവസം ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് നിസ്കാരത്തിന്റെ ഷർത്തുകൾ ഇന്ന കാര്യങ്ങളാണ്, റുക്നുകൾ ഇന്ന കാര്യങ്ങളാണ് എന്ന് പഠിപ്പിച്ചതാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തതും പഠിപ്പിച്ചു കൊടുത്തതും സ്വഹാബികൾ മനസ്സിലാക്കിയതുമായിട്ടുള്ള അതിൽ നിന്ന് പിന്നീട് ഉലമാക്കൾ സാധാരണക്കാരായ ഇസ്ലാമിലേക്ക് വന്ന ആളുകൾക്ക് ഇത് ചെയ്യാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി ക്രോഡീകരിച്ചു വെച്ചതാണ് എന്ത്? ഇന്ന കാര്യങ്ങളാണ് ഷർത്തുകൾ, ഇത് ഇന്ന അമലിന് മുമ്പുണ്ടായിരിക്കണം, ഇതുണ്ടെങ്കിലേ ശരിയാവുകയുള്ളൂ. ഇന്ന കാര്യങ്ങളാണ് റുക്നുകൾ, ഇത് അമലിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടതാണ്, അത് പോയി കഴിഞ്ഞാൽ അമല് പൊളിഞ്ഞു പോകും. ഇന്ന കാര്യങ്ങളാണ് വാജിബാത്തുകൾ, ഇന്നതാണ് സുന്നത്തുകൾ എന്നുള്ളത് ഓരോന്നിന്റെയും പിൽക്കാലത്ത് ഉലമാക്കൾ
ക്രോഡീകരിച്ച് വെച്ചിട്ടുള്ളതാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം. ഇന്നത് ഷർത്താണോ അല്ലെ ഇന്നത് സുന്നത്താണോ അതോ റുക്നാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാജിബാത്താണോ ഏതിലാണ് പെടുക എന്നുള്ള നിലക്കുള്ള ചില ഖിലാഫുകൾ പ്രധാനപ്പെട്ട കാര്യങ്ങളിലല്ല ചില വിഷയങ്ങളിൽ വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ആ നിലക്ക് ലാ ഇലാഹ ഇല്ലയുടെ ശുറൂത്തുകൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ക്രോഡീകരിച്ചിട്ടുള്ള 7 എണ്ണമാണ് ഈ പറഞ്ഞത്. ഇൽമ്, യഖീന്, ഖബൂല്, ഇൻഖിയാദ്, സിദ്ഖ്, ഇഖ്ലാസ്, മഹബ്ബ. വമ്മ തഫ്സീലുഹാ ഫകമാ യലി. എന്നിട്ട് ശൈഖ് ഹഫളഹുല്ലാഹ് പറയുകയാണ്, അതിനെ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അശ്ശർത്തുൽ അവ്വൽ, ഒന്നാമത്തെ നിബന്ധന, ഒന്നാമത്തെ ഷർത്ത് എന്നുള്ളത് അൽ ഇൽമു, അറിവുണ്ടാവുക എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹിൽ അറിവുണ്ടാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഷർത്ത്. അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം എന്താണോ അതിനെ അതുപോലെ മനസ്സിലാക്കുന്നതിനാണ് അറിവ് എന്ന് പറയുക. ഒരു കാര്യം മനസ്സിലാക്കുന്നതിൽ ആളുകൾ വ്യത്യസ്ത അവസ്ഥയിലായിരിക്കും. ഉലമാക്കൾ അതിനെ 6 മർത്തബകളിലായിട്ടൊക്കെ വേർതിരിക്കാറുണ്ട്. അഥവാ കാര്യങ്ങൾ മനസ്സിലാക്കുമല്ലോ, ഇദ്റാക്ക് ചെയ്യുമല്ലോ. ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു സംഭവം വിചാരിക്കുക, ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഒരു വസ്തുവോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സംഭവമോ ഒരു ചരിത്രമോ അതിനെക്കുറിച്ച് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ആ മനസ്സിലാക്കൽ വ്യത്യസ്ത ദർജകളിലായിരിക്കും. ഒന്നെങ്കിൽ ജഹ്ല് ബസീത്ത്, ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ നമുക്കൊന്നും അറിയില്ല. ഉദാഹരണത്തിന് ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് എല്ലാം അൽ ഉസൂൽ മിൻ ഇൽമിൽ ഉസൂൽ എന്നുള്ള അദ്ദേഹത്തിന്റെ ഉസൂൽ ഫിഖ്ഹിന്റെ കിതാബിലെല്ലാം കൊടുത്തിട്ടുള്ള ഉപമ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒരാളോട് ബദർ യുദ്ധത്തിനെ കുറിച്ച് പറയാം, എനിക്കാണ് സംഭവമേ അറിയില്ല. അതിനാണ് അൽ ജഹ്ലുൽ ബസീത്ത് എന്ന് പറയാം. പ്ലെയിൻ എറർ, വ്യക്തമായിട്ടുള്ള അറിവില്ലായ്മ. എന്നാൽ രണ്ടാമത്തെ ജഹ്ലു മുറക്കബുണ്ട്. ഒരു കാര്യത്തെ പറ്റി മനസ്സിലാക്കുമ്പോൾ ഇത് എല്ലാ കാര്യത്തിനും കേട്ടോ. അപ്പൊ നമുക്ക് ഒരു കാര്യത്തിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ പറയുന്ന 6 നിലയ്ക്ക് ഏതെങ്കിലും ഒന്നായിരിക്കും, ഏതെങ്കിലും ഒരു നിലക്കായിരിക്കും മനസ്സിലാക്കുക. ജഹ്ലു മുറക്കബ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഓപ്പോസിറ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഇപ്പൊ ബദർ യുദ്ധത്തിനെ കുറിച്ച് ചോദിക്കുമ്പോ അത് അയാൾ ഹിജ്റക്ക് ശേഷം ഹിജ്റ കഴിഞ്ഞ 2 വർഷത്തിന് ശേഷം നടന്നതാണ്. അപ്പൊ അയാൾ മനസ്സിലാക്കിയത് ഹിജ്റക്ക് മുമ്പ് 2 വർഷത്തിനാണ്. ഹിജ്റക്ക് മുമ്പ് 2 വർഷം മുമ്പാണ് നടന്നത്. എന്താണോ ഒരു കാര്യം അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മനസ്സിലാക്കുക. അതാ ജഹൽ മുറക്കബ് എന്ന് പറയാം. അങ്ങനെ ചില ആളുകൾ മനസ്സിലാക്കും. ചില ആളുകൾ വന്ന് ശരിയോടടുത്തിട്ടുള്ള ഒരു അറിവ്. ഒരാളോട് ബദർ യുദ്ധത്തിനെ കുറിച്ച് ചോദിക്കാൻ പറയാണ്, ഹിജ്റ കഴിഞ്ഞിട്ടാണ്, അത് എപ്പോഴാണ് അറിയുക, ഹിജ്റ കഴിഞ്ഞിട്ടാണ് നടന്നിട്ടുള്ളത് എന്ന നിലക്ക് ശരിയായിട്ട് അവർക്ക് അറിയുന്നുണ്ടാവില്ല. ഏകദേശം ശരിയോട് അടുത്തിട്ടുള്ള അറിവിനാണ് വന്ന് എന്ന് പറയാം. ദുസൂലി ആയിട്ടുള്ള കായികയാണ്. ഖുർആനിലും ഹദീസിലൊക്കെ വന്ന് എന്നുള്ളത് യഖീന്റെ അർത്ഥത്തിലും പറയാറുണ്ട്. പിന്നെ ഉള്ളത് വഹ്മ് എന്ന് പറഞ്ഞാൽ തെറ്റിനോടടുത്തിട്ടുള്ള അറിവിന്. ഒരാളോട് ചോദിക്കുകയാണ്, ബദർ യുദ്ധം എപ്പോഴാണ് നടന്നത്, അപ്പോൾ പറയാണ് ഹിജ്റക്ക് മുമ്പാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്, ഉറപ്പിച്ച് പറയുന്നില്ല. അപ്പൊ അങ്ങനെ തെറ്റിനോടടുത്തിട്ടുള്ള അറിവിനാണ്, അല്ലെങ്കിൽ അയാൾ മനസ്സിലാക്കിയതിനാണ് വഹ്മ് എന്ന് പറയുക. പിന്നെയുള്ള ഷക്കാണ്. ഷക്ക് എന്നാണ് സംശയം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ അതാണോ ഇതാണോ എന്നുള്ള കാര്യം. ബദർ ചോദിച്ചാൽ മുമ്പാണോ ശേഷമാണോ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ആ രീതിയിൽ സംശയമാവുന്നതിനാണ് ഷക്ക് എന്ന് പറയുക. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുന്നതിലെ യഥാർത്ഥ അവസ്ഥയാണ്, യഥാർത്ഥ ശരിയാണ് അൽ ഇൽമ് എന്ന് പറയുന്നത്. ഇൽമ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുന്നതിന് ഈ തരത്തിൽ 6 തരത്തിലുണ്ടാവും. ഏതൊക്കെയാണ്? ജഹൽ ബസീത്ത്, ജഹൽ മുറക്കബ്, വഹ്മ്, വന്ന്, ഷക്ക്, ഇൽമ്. അതിൽ ഇൽമാണ് നമുക്കുണ്ടാവേണ്ടതാണ് ഇൽമ്. ഇൽമ് എന്ന് പറഞ്ഞ ഒരു കാര്യം എന്താണോ അതങ്ങനെ. ഹിജ്റ 2-ാം വർഷം ബദറിൽ വെച്ച് നടന്ന മുശ്രിക്കുകൾ മുസ്ലിം കൃത്യമായിട്ട് പറയില്ലേ, അതിനാണ് ഇൽമ് എന്ന് പറയുക. അപ്പൊ ഏതൊരു കാര്യമാവട്ടെ ആ കാര്യത്തെ ശരിയായ നിലക്ക് മനസ്സിലാക്കുന്നതിനാണ് ഇൽമ് എന്ന് പറയുന്നത്. അപ്പൊ ഏത് മേഖലയിൽ ഇൽമ് എന്ന് പറഞ്ഞാലും അതാണ് ഉദ്ദേശം. ഇതിനൊക്കെ താരീഫുകളുണ്ട്. ഇതൊക്കെ ഉസൂലിയായിട്ടുള്ള വിശദീകരണങ്ങളാണ്. ഞാൻ എന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു എന്ന് മാത്രം. അൽ ഇൽമു അൽ ഇൽമു ബിമഅനാഹാ അൽ മുറാദി മിൻഹാ വമാ തൻഫീഹി വമാ തുസ്ബിതുഹു. അൽ ഇൽമു ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ഇൽമു ഉണ്ടാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അൽ ഇൽമു ബിമഅനാഹാ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥത്തെ കുറിച്ച് അവൻ അറിവുണ്ടായിരിക്കണം. എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം, അർത്ഥം നമ്മൾ പറഞ്ഞത്? ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. ആ ആശയം അറിവുണ്ടായിരിക്കണം. അൽ മുറാദി മിൻഹ, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണെന്ന് അറിയണം. അതെന്താണ്? വമാ തൻഫീഹി വമാ തുസ്ബിതുഹു, എന്താണത് നിരാകരിക്കുന്നത് എന്നും എന്താണത് സ്ഥിരീകരിക്കുന്നത് എന്നും അറിവുണ്ടാകണം. ചുരുക്കം പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ഇൽമുണ്ടാവുക എന്ന് പറഞ്ഞാൽ മഅന അറിഞ്ഞിരിക്കണം. നമ്മൾ മുമ്പ് പറഞ്ഞ മഅന അറിഞ്ഞിരിക്കണം. അതുപോലെ എന്താ അറിഞ്ഞിരിക്കണം?
റുക്നുകൾ അറിഞ്ഞിരിക്കണം. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ഇൽമുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ അറിവുണ്ടാവുക എന്ന് പറഞ്ഞാൽ മഅന അറിയണം, അതുപോലെ തന്നെ റുക്ന് അറിയണം. ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഇത് കാണാതെ പഠിക്കലോ അല്ലെങ്കിൽ ഇത് കാണാതെ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാവലോ അല്ല അതുകൊണ്ടുള്ള ഉദ്ദേശം. ഇപ്പൊ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ഒരാൾ, അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആശയം അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണെന്ന് അറിഞ്ഞിട്ടുണ്ടാവും, ശിർക്കിന്റെ ഒരു അംശം ചെയ്യുന്നുണ്ടാവില്ല, അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്തുകളെല്ലാം നിരാകരിക്കുന്നുണ്ടാകും, അള്ളാഹുവിന് മാത്രമേ ഇബാദത്തുകൾ ചെയ്യുന്നുണ്ടാവുകയുള്ളൂ. അവിടെ എന്തായി? അവന് ഇൽമിന്റെ അർത്ഥം ശരിയായി. അവനോട് ചോദിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷർത്തുകൾ അറിയോ? ചിലപ്പോ ആത്മീയായിട്ടുള്ള ആൾക്ക് എനിക്ക് അറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല, അതിന്റെ മഅന എങ്ങനെ അറബിയിൽ പറയാന്നറിയോ? ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അതിന്റെ റുക്നുകൾ എന്താണെന്ന് അറിയോ? അത് പിന്നെ അറിയുന്നുണ്ടാവില്ല. പക്ഷെ അവൻ എന്തുണ്ടാകും? ഈ ഗുണങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇത് ഉണ്ടാവുക എന്നുള്ളതാണ് അടിസ്ഥാനം. പഠിക്കുക എന്നുള്ളത് തൊലബുൽ ഇൽമിന്റെ ഭാഗമായിട്ട് അറിയേണ്ടതാണ്. പക്ഷേ ഇത് അറിഞ്ഞ ആൾക്ക് ഇത് ഉണ്ടാവണം നിർബന്ധമില്ല, ഇത് ഉണ്ടായ ആൾക്ക് ഇത് അറിഞ്ഞോളൊന്നും നിർബന്ധമില്ല. മനസ്സിലായോ? എന്റെ വ്യത്യാസം മനസ്സിലായോ? അത് മനസ്സിലാക്കണം. ചില ആളുകൾ ഇത് ധരിക്കാതെ ഇത് കാണാതെ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ അവന്റെ ജീവിതത്തിൽ അത് ഉണ്ടാവില്ല. പക്ഷെ അത് അറിയാത്ത ആളുകൾ മുമ്പിൽ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷർത്തുകൾ അറിയോ എന്ന് ചോദിച്ച് ഉജ്ബ് കാണിക്കുന്ന ആളുകളെ കാണാനിടയായിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഏത് ഷർത്താവട്ടെ അത് ഉണ്ടാവുക എന്നുള്ളതാണ് അതിന്റെ. ഇപ്പൊ അധിക ആളുകളും ഭൂരിഭാഗം ആളുകളും നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിലെ ഷർത്തുകളോ റുക്കുകളോ കാണാതെ എണ്ണി പറയാൻ പഠിച്ചിട്ടല്ല ചെയ്യുന്നത്. പക്ഷേ നിസ്കാരത്തിൽ അതുണ്ടാകും. അതുണ്ടായതുകൊണ്ട് അവരുടെ നിസ്കാരം ശരിയാകും. മനസ്സിലായല്ലോ? ഇനി ഒരാൾ ഇത് എണ്ണി പറയാൻ അറിയാം, പക്ഷെ അയാൾ നിസ്കരിക്കുമ്പോൾ അത് ചെയ്യുന്നില്ല, അയാൾക്ക് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അടിസ്ഥാനം ഇത് ഉണ്ടാവുക എന്നുള്ളതാണ്, ഇത് അറിയുക എന്നുള്ളത് ഇൽമിന്റെ ഭാഗമാണ്. അപ്പോ മഅന അറിയുക, മഅനയുടെ ആശയം എന്താണെന്ന് മനസ്സിലാവുക, അത് എന്താണ് നഫി ചെയ്യുന്നത്, എന്താണ് ഇസ്ബാത്ത് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവുക. അതുകൊണ്ടാണ് ഷെയ്ഖ് മഅന ഇന്നത് പഠിക്കുക, അതുപോലെ തന്നെ റുക്നുകൾ പഠിക്കുക എന്ന് പറയാതെ അതിന്റെ ആശയവും അതിന്റെ ഉദ്ദേശവും മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. അൽ മുനാഫി ലിൽ ജഹ്ലി ബിദാലിക്, അങ്ങനെ ആ അറിവുണ്ടാകുമ്പോൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ജഹ്ലിനെ അതില്ലാതാക്കും, അതിനെതിരാവും അത്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചുള്ള അറിവില്ലായ്മ ഉണ്ടല്ലോ, ആ ജഹ്ല് ബസീത്ത് ആവട്ടെ, ജഹ്ല് മുറക്കബാവട്ടെ, എന്തോ ആവട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയതിനെതിരായിട്ട് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ നമ്മൾ കഴിഞ്ഞ പിഴച്ച അർത്ഥങ്ങൾ പറഞ്ഞല്ലോ, ആ രീതിയിൽ അതൊന്നുമില്ലാതെ യഥാർത്ഥ രൂപത്തിൽ അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാകുമ്പോൾ ജഹ്ല് ഇല്ലാതാകും, ജഹ്ലിനെതിരാകും. ഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ് വഹും യഅലമൂൻ. ഷഫാഅത്തുമായി ബന്ധപ്പെട്ട് നാളെ പരലോകത്ത് ഷഫാഅത്ത് ആർക്കാണ് ഷഫാഅത്ത് ചെയ്യാനുള്ള അധികാരം ഉണ്ടാവുക എന്ന് പറയുന്ന നേരത്ത് അല്ലാഹു തആല പറയുന്നുണ്ട്, മൻ ഷഹിദ ബിൽ ഹഖ്, ഹഖ് കൊണ്ട് ഷഹാദത്ത് ചെയ്തവനല്ലാതെ, ഹഖ് കൊണ്ട് ഉദ്ദേശം ലാ ഇലാഹ ഇല്ലല്ലാഹ്, വഹും യഅലമൂൻ, വെറുതെ ഷഹാദത്ത് ചെയ്താൽ പോരാ, അവരെന്തുണ്ടാകും? അറിവുള്ളവരുമായിരിക്കും. സൂറത്തുൽ സുഖ്റൂഫിലെ 86-ാമത്തെ ആയത്താണ് അതൊരു ദലീലാണ്. ധാരാളം ദലീലുകൾ വേറെയുമുണ്ട്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക്, സൂറത്ത് മുഹമ്മദിലെ 19-ാമത്തെ ആയത്താണെന്ന് തന്നെ ഒരു ഓർമ്മ. അതോ അംബിയാവോ? ഏതോ സൂറത്തിൽ 19-ാമത്തെ ആയത്താണ്. നോക്കിയോ? മുഹമ്മദ് അല്ലേ? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുപോലെ ഹദീസിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാൻ സാധിക്കും, മൻ മാത വഹു യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ഇൽമുള്ളവനായിക്കൊണ്ട്, അറിവുള്ളവനായിക്കൊണ്ട് മരണപ്പെടുന്നത്, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ധാരാളം ദലീലുകൾ ആ വിഷയത്തിൽ നമുക്ക് ബന്ധപ്പെടുത്താൻ സാധിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ഇൽമുണ്ടാവുക എന്നുള്ളത് ഷെയ്ഖ് ഒരു ഏറ്റവും ചുരുക്കത്തിൽ ഒരു എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിലാണ് ഈ കിതാബിൽ കൊടുത്തിട്ടുള്ളൂ. ഇത് വിശാലമായി ചർച്ച ചെയ്തിട്ടുള്ള കിതാബുകൾ, ശുറൂത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം വിശദീകരിച്ചിട്ടുള്ള കിതാബുകളൊക്കെ നമുക്ക് ലഭ്യമാണ്. ഉലമാക്കൾ റിസാലകളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഈ കിതാബ് ഏതൊരു സാധാരണ ഒരു മുസ്ലിമിനും അവന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസ കാര്യങ്ങൾ അവൻ അറിയാൻ, മനസ്സിലാക്കാൻ, ബോധ്യപ്പെട്ടിരിക്കാനുള്ള രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്കിലും നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് അടുത്ത വലിയ വലിയ കിതാബുകളെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടോ കാര്യമില്ല. ഇത് വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന രീതിയിലാണ്. അപ്പോ ഇൽമ് എന്താണ് പഠിക്കുക, ഇൽമോണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പഠിക്കുക, അതിനുള്ള ഒരു തെളിവ് ഷെയ്ഖ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐ ഷഹിദ ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, അതായത് ഈ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം ഷഹിദ ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹിൽ അവൻ ഷഹാദത്ത് ചെയ്യുന്നു. വഹും യഅലമൂൻ, അവർ അറിഞ്ഞുകൊണ്ട് അഥവാ അറിവോടുകൂടി, ബിഖുലൂബിഹിം അവരുടെ ഖൽബിൽ, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് അവർ ചെയ്യുന്നുണ്ട്,
ഖൽബിൽ അറിവോടുകൂടി മാ ഷഹിദത് ബിഹി അൽസിനതുഹും, നാവ് കൊണ്ട് അവർ എന്താണോ സാക്ഷ്യം വഹിച്ചത് അത് അറിവോടുകൂടി, അഥവാ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവ് കൊണ്ട് പറഞ്ഞ് ഷഹാദത്ത് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, അത് എന്താണ് അതിന്റെ ഉദ്ദേശം, അതുകൊണ്ട് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഫലൗ നതഖ ബിഹാ വഹുവ ലാ യഅലമു മഅനാഹാ, അതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ വെറും നാവ് കൊണ്ട് പറയുക എന്നുള്ളത് ലം തൻഫഉഹു, അത് അവന് ഉപകാരപ്പെടില്ല. അതായത് ധാരാളം ആളുകൾ, നമ്മൾ ആലോചിച്ച് നോക്കിയും നമ്മുടെ നാടുകളിൽ നമ്മൾ മുമ്പൊക്കെ പറഞ്ഞതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന, ചിലപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിവസത്തിൽ 100, 200, 300 തവണ ദിക്ർ ചെല്ലുന്ന ആളുകളാണ് ഏതെങ്കിലും ജാറത്തിൽ പോയിട്ട് അവിടെ പോയി സുജൂദ് ചെയ്യുന്ന, അവിടെ പോയി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലാഹു അല്ലാത്തവർക്ക് അറിവ് നടത്തുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആളുകൾ, അത് അല്ലെങ്കിൽ പിന്നെ അത് ധാരാളമായി ചെല്ലുന്ന ആളുകൾ, അവരാണ് അതിനെ റബ്ബ്, അള്ളാഹു റബ്ബാണ്, എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചവനാണ്, നിയന്ത്രിക്കുന്നവനാണ് എന്നുള്ള അർത്ഥത്തിൽ മാത്രം മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ ധാരാളം അവസ്ഥകൾ കാണാൻ സാധിക്കും. അപ്പൊ നാവ് കൊണ്ട് പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അതെന്താണ് അതിന്റെ അർത്ഥം എന്ന് ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക, അതാണ് ഇൽമു കൊണ്ടുള്ള ഉദ്ദേശം. അതല്ലാതെയുള്ള വെറും വാക്ക് അവന് ഉപകരിക്കുകയില്ല. ലിഅന്നഹു ലം യഅതഖിദ് മാ തദുല്ലു അലൈഹി, കാരണം അവൻ ഉപകാരപ്പെടാത്ത എന്താണ്, അതുകൊണ്ട് എന്താണ് അറിയേണ്ടത് എന്നുള്ള കാര്യം അവൻ വിശ്വസിക്കുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് എന്താണ് അറിയേണ്ടത്, അത് അറിയിക്കുന്ന കാര്യം എന്താണ് എന്നുള്ളതിൽ അവന് വിശ്വസിക്കാത്തത് കൊണ്ട് അത് അവന് ഉപകാരപ്പെടുകയില്ല എന്നാണ് പറയുന്നത്. ഇത് ധാരാളം ആളുകൾക്കുള്ള തെറ്റിദ്ധാരണയാണ്. ഇപ്പൊ ചില ആളുകൾ നമ്മുടെ നാട്ടില് പിന്നെ ശിർക്കിന്റെ ഖുറാഫാത്തിന്റെ ആളുകൾ പറയുന്ന ഒരു ശുഭത്താണ്, അവർക്ക് ബാധിച്ചിട്ടുള്ള ഒരു ശുഭത്താണ്, ഞങ്ങളുടെ ഉസ്താദുമാർ മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്ന ഒരു ശുഭത്താണ്, ഞങ്ങളുടെ ഉസ്താദുമാർ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മരിച്ചതിന് സാക്ഷികളുണ്ട്, ശിഷ്യന്മാർ അത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും എന്നുള്ള ഹദീസ് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഞങ്ങളുടെ ഉസ്താദുമാർ പഠിപ്പിച്ച പോലെ ജീവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കും സ്വർഗ്ഗത്തിൽ കിടക്കാമല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ പറയുന്ന ഈ ഖുറാനിലേക്കും ഹദീസുകളിലേക്കും സഹാബികൾ മനസ്സിലാക്കിയതിലേക്കും ഞങ്ങൾ മടങ്ങേണ്ട ആവശ്യം എന്താ, ഞങ്ങൾ ഉസ്താദുമാരനുസരിച്ചാൽ പോരെ, അവർ ജീവിച്ച പോലെ ജീവിച്ചാൽ പോരെ എന്നുള്ള വാദം ശുഭത്ത് വരാനുള്ള കാരണം അതാണ്. അവർ ഈ കാര്യം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അതായത് ദീനിൽ ഏതൊരു കാര്യമാവട്ടെ ഇന്നത് ചെയ്താൽ ഇന്നതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഇന്നത് ചെയ്താൽ ഇന്നതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, എന്ത് കാര്യം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും രണ്ട് കാര്യങ്ങൾ അവിടെ ആ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, അതായത് ഇന്ന കാര്യം ചെയ്താൽ ഇന്നത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ആ സംഭവിക്കുന്ന കാര്യം അത് നടക്കണമെങ്കിൽ, അതാകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതിന്റെ ശുറൂത്തുകൾ അവിടെ യോജിച്ചു വരണം, അതിന്റെ തടസ്സമാകുന്ന കാര്യം ഒഴിവാകും വേണം. എളുപ്പത്തിൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഉദാഹരണത്തിന് ആത്മഹത്യ ചെയ്ത ആൾ, അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ വേണമെന്ന് വെച്ച് കൊന്ന ആള്, ഒരു മുസ്ലിമിനെ വേണമെന്ന് വേറൊരാൾ ഒരു മുസ്ലിം കൊന്നു, അവർക്കുള്ള ശിക്ഷയായിക്കൊണ്ട് ഖുർആനിൽ വന്നിട്ടുണ്ട് ഖാലിദൻ മുഖല്ലദൻ ഫിന്നാർ, അവൻ ശാശ്വതമായി നരകത്തിലാണ് എന്ന് ഖുർആനിൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരാളെ കൊന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തവരെ സംബന്ധിച്ചൊക്കെ ഹദീസിലും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്, ഒരാളെ കൊന്നു കഴിഞ്ഞാൽ. അപ്പൊ ഒരു മുസ്ലിമിനെ കൊന്ന ഒരാൾ അങ്ങനെ കാലാകാലം നരകത്തിലാകുമോ? ഇല്ല. കാരണം എന്താണ്? തൗഹീദുള്ള ഒരാൾ ശാശ്വതമായി നരകത്തിലാകില്ല എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ആയത്തുകളിൽ തന്നെ ശിർക്ക് സംഭവിക്കാത്തതൊക്കെ അല്ലാഹു തആല മശീയത്തിന് കീഴിലാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ ആയത്തിൽ ഇങ്ങനെ വന്നു? ഈ ആയത്തിൽ ഇങ്ങനെ ഉണ്ടല്ലോ, മുസ്താബിയായ ആയത്തുകളാണ്, ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ആയത്തുകളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്? അതാണ് ദീനിന്റെ ചില അടിസ്ഥാനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുന്നിടത്ത്. അതായത് ദീനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഖുർആനിൽ ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ, ആ കാര്യവുമായി ബന്ധപ്പെട്ട മറ്റുള്ള നിബന്ധനകൾ പൂർത്തീകരിക്കുകയും വേണം, അതിന് തടസ്സമാകുന്ന കാര്യം സംഭവിക്കാനും പാടില്ല. ഒരാൾ മറ്റൊരാളെ കൊന്നാൽ നരകത്തിൽ ശാശ്വതനാണ് എന്ന് പറയുമ്പോൾ ആ കൊല്ലുക എന്നുള്ളതാണ് അവ ഷർത്ത്. കൊന്നാൽ മാത്രമേ അവൻ എന്താവുള്ളൂ? നരകത്തിൽ ശാശ്വതനാവുള്ളൂ. അപ്പൊ ആ ഷർത്ത് അവിടെ പാലിച്ചിട്ടുണ്ട്. അവന് ശാശ്വതമായി നരകത്തിലാകാനുള്ള നിബന്ധന അവിടെ പാലിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താ? ഇജ്തിനാബുൽ മവാനി, അതിന് തടസ്സമാകുന്ന കാര്യമൊന്നും ഉണ്ടാകാൻ പാടില്ല. അതിന് തടസ്സമാകുന്ന കാര്യം എന്താണ്? നരകത്തിൽ ശാശ്വതമായി കിടക്കുന്നതിന് തടസ്സമാകുന്ന കാര്യം എന്താണ്? തൗഹീദുള്ളവനാവുക എന്നുള്ളതാണ്. അപ്പൊ ആ കൊന്ന വ്യക്തി, കൊലപാതകി തൗഹീദുള്ളവനാണ് എങ്കിൽ അവൻ എന്ത് ബാധകാവൂല? ഈ വിധി ബാധകാവൂല. അവൻ തൗഹീദ് പൂർത്തീകരിച്ചവനാണെങ്കിൽ ഇതെന്ത് വന്നു? ഇവന് തടസ്സം വന്നു.
അപ്പൊ പിന്നെ ഈ ആയത്തിൽ പറഞ്ഞ എന്താണ്? അത്രക്കും ഗൗരവമുള്ള കുറ്റമാണ് അവൻ ചെയ്യുന്നത്, അത്രക്കും ഗൗരവമുള്ള കുറ്റമാണ് അവൻ ചെയ്യുന്നത്. മനസ്സിലായോ? അതിന്റെ ഏത് കാര്യം ദീനിൽ ഇന്നത് ചെയ്താൽ ഇന്നതുണ്ട് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യം പാലിച്ചാലേ അത് പൂർത്തിയാവുള്ളൂ. അപ്പൊ മൻഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. അതിനെന്ത് വേണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷർത്തുകളോടുണ്ടായിരിക്കണം. അതിന്റെ മവാനികളോട് ഉണ്ടാകാൻ പാടില്ല. അതിന്റെ മവാനികൾ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പൊളിഞ്ഞു പോകുന്ന കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇതില്ലാതെ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിച്ചിട്ടും കാര്യമില്ല. അതായത് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, ഈ ഷർത്തുകളും ഈ ഇജ്തിഹാദ് മവാനിയോടെ നടന്നിട്ടില്ല എങ്കിൽ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിച്ചാലും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അയാൾക്ക് എന്ത് ചെയ്യില്ല? ഉപകരിക്കുകയില്ല. അതാണ് പറഞ്ഞത്. അപ്പോ ഈ ഒരു ശുബ്ഹത്ത് ആളുകൾക്കിടയിൽ ഈ ശിർക്കിന്റെയും ഖുറാഫത്തിന്റെയും ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മൾ അവർക്ക് ചിന്തിച്ചാൽ മതി. ഇപ്പോ ഒരു കാഫിറായിട്ടുള്ള ഒരാൾ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മരിക്കാന്ന് വിചാരിക്കുക. അത് വിചാരിച്ചിട്ട് ശരി ദഖലൽ ജന്നയാവോ? ഷർത്തോടെ പാലിച്ചിട്ടുണ്ട്. എത്ര ഇജ്തിഹാദുകൾ മവാനികളുണ്ട് അവിടെ. അവൻ കാഫിറാണ്, അവൻ ഒരിക്കലും എന്താവില്ല, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ പറ്റൂല. അതായത് അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു എന്നുള്ള സ്വർഗ്ഗപ്രവേശനത്തിനുള്ള കാരണമാണെങ്കിൽ അതവിടെ നടന്നു. പക്ഷെ എന്ത് വേണം? അതിന് തടസ്സമാകുന്ന കാര്യങ്ങളവിടെ ഉണ്ടാകാനും പാടില്ല. അപ്പോ ഇത് പൊതുവായിട്ടൊരു കായികയാണ്. അപ്പൊ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നമ്മുടെ നാടുകളിലെല്ലാം ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ശുഭത്തിൽ അകപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു അവസ്ഥ. നമ്മൾ സാധാരണക്കാരായ ഈ ആളുകളോട്, സംസ്ഥ പോലെയുള്ള ആളുകളോടൊക്കെ ചോദിച്ചാൽ പറയും, ഞങ്ങൾ ഉസ്താദ്മാര് ഇന്ന ഉസ്താദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിച്ചിട്ടുണ്ട്, ഇന്ന ഉസ്താദ് അങ്ങനെ ആയിട്ടുണ്ട്, പിന്നെ ഉസ്താദ് പഠിപ്പിച്ച പോലെ തന്നെ ജീവിച്ച പോലെ എന്തിനാണ് ഇതുപോലെയുള്ള പുത്തൻവാദം ഞങ്ങൾ പിൻപറ്റേണ്ട ആവശ്യമെന്ന് കാണാം. അപ്പൊ അതാണ് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തായിട്ടുള്ള ഇൽമ്, അതായത് അതിന്റെ യഥാർത്ഥ ആശയം എന്താണ്, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന എന്തിനെല്ലാമാണ് നിരാകരിക്കേണ്ടത്, എന്തിനെല്ലാമാണ് സ്ഥിരീകരിക്കേണ്ടത് എന്ന കാര്യങ്ങൾ ഒരാൾക്കില്ല എങ്കിൽ അയാളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തല്ല അവനൊരു ഉപകാരവും ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്തെല്ലാം നേട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതവന് കിട്ടാൻ പോകുന്നില്ല. അതാണ് ഒന്നാമത്തെ ഷർത്ത് അൽ ഇൽമ്. രണ്ടാമത്തേത് അശ്ശർത്തു സാനി, രണ്ടാമത്തെ നിബന്ധന അൽ യഖീനു. അൽ യഖീൻ, യഖീൻ എന്ന് പറഞ്ഞാൽ സെർട്ടനിറ്റി, ദൃഢത എന്നെല്ലാം പറയുന്നത്. ദൃഢമായിട്ടുള്ള ബോധ്യം, ഒരു സംശയമില്ലാതെ ഉറച്ച ബോധ്യം ഉണ്ടായിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്തിൽ ഉറച്ച ബോധ്യം അവനുണ്ടായിരിക്കണം. അതിൽ പിന്നെ ഒരു നിലക്കുള്ള സംശയം ഉണ്ടാകാൻ പാടില്ല. എല്ലാം നിലക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ, അഥവാ ഇബാദത്തിന് അർഹൻ അള്ളാഹു മാത്രമാണ് എന്ന ആ ലാ ഇലാഹ ഇല്ലല്ലാഹിലും, അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയമായിട്ട് വരുന്ന, അതിന് കീഴിൽ വരുന്ന ലാ റബ്ബ ഇല്ലല്ലാഹ്, ലാ റാസിഖ ഇല്ലല്ലാഹ്, ലാ ഖാലിഖ ഇല്ലല്ലാഹ്, അങ്ങനെ തുടങ്ങി എന്തെല്ലാം അള്ളാഹുവിനെ പറ്റി പറയുന്നുണ്ടോ അതിലെല്ലാം എന്തായിരിക്കണം? ദൃഢമായിട്ടുള്ള വിശ്വാസമായിരിക്കണം. ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. ശൈഖ് പറയാണ് ബി അൻ യകൂന ഖായിലുഹാ മുസ്തൈഖിനൻ ബിമാ തദുല്ലു അലൈഹി, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതിനെല്ലാം ദൃഢമായ ബോധ്യമുള്ളവനായിരിക്കണം അത് പറയുന്നവൻ. ഫൈൻ കാന ശാക്കൻ ഫീമാ തദുല്ലു അലൈഹി ലം തൻഫഅഹു, എന്തെങ്കിലും തരത്തിലൊരു സംശയം അവൻ അതിലുണ്ട് എങ്കിൽ അവനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകരിക്കുകയില്ല. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, ഇതിന് സംശയം അള്ളാഹിനെയാണോ ഇതൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അള്ളാഹു മാത്രമാണോ ഇപ്പൊ ഇബാദത്തിന് അർഹനായിട്ടുണ്ടാവുക, വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് കുറച്ച് പിന്നെ അർഹത ഉണ്ടാകുമോ, ആ നിലക്കൊക്കെ ഒരു സംശയം വരിക, അവനത് ഉപകരിക്കുകയില്ല. قال تعالى, അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഹുജറാത്തിലെ 15-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു, മുഅ്മിനീങ്ങൾ, തീർച്ചയായും മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നവരും, സുമ്മ ലം യർതാബു, ഒരു പിന്നീട് ഒരു സംശയവുമില്ലാത്ത ആളുകളുമായിരിക്കും. അത് തയഖനു എന്നുള്ള തഫ്സീറായിട്ട് കാണാം. ഐഖനു തയഖനു, അവർ യഖീനുള്ളവരായിരിക്കും എന്നുള്ളതൊക്കെ കാണാം. ഒരു സംശയം ഉണ്ടാവില്ല. ഫൈൻ കാന മുർതാബൻ, ഇനി ഏതെങ്കിലും തരത്തിൽ അവൻ സംശയമുള്ളവനാണ്, കാന മുനാഫിഖൻ, അവൻ എന്തായി തീരും? മുനാഫിഖായി തീരും. ഏതെങ്കിലും തരത്തിൽ അള്ളാഹുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ അവകാശത്തിലോ അള്ളാഹുവിന്റെ കഴിവിലോ ഏതെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയിക്കുന്ന ഏത് കാര്യത്തിൽ അവന് സംശയമുണ്ടായിട്ടുണ്ടെങ്കിൽ അവൻ മുനാഫിഖായി തീരും. ആ സംശയത്തിന്റെ ആഴമനുസരിച്ച് നിഫാഖിന്റെ ആഴവും വ്യത്യാസപ്പെടും. വഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലി അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല്, ഒരിക്കൽ ശത്രുക്കളുടെ അക്രമം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാനില്ല. അതിന് മസ്ജിദിലും വീട്ടിലും എവിടെ നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാനില്ല. അപ്പൊ അബൂ ഹുറൈറ ഭയങ്കര പേടിയായി. അബൂ ഹുറൈറ തേടി അങ്ങനെ ഓടി നടക്കുകയാണ്.
അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു ഹായത്ത് എന്ന് പറഞ്ഞാൽ പൊതുവെ മതിലിനും പറയും, പിന്നെ മതിൽ കൊണ്ട് കെട്ടിയിട്ട് മറച്ചിട്ടുള്ള തോട്ടത്തിനും പറയും. ഒരു തോട്ടത്തിന്റെ ഇത് ചാടിക്കടന്ന് നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, മൻ ലഖീത മിൻ വറാഇ ഹാദിൽ ഹായിത്ത്, നീ ഈ മതിലിനപ്പുറത്ത് ആരെങ്കിലും കാണുകയാണ്, യഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുസ്തൈഖിനൻ ബിഹാ ഖൽബുഹു, അവൻ എന്ത് ചെയ്യാണ്, അവൻ യഖീനോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ഒരവസ്ഥയിലാണ്, അവന്റെ ഖൽബിൽ യഖീനോട് കൂടിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതെങ്കിൽ ഫബശ്ശിർഹു ബിൽ ജന്ന, അവന് സ്വർഗ്ഗം കൊണ്ട് നീ സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു. ഇത് യഖീനുള്ള തെളിവാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് യഖീനുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. വേറൊരു ഹദീസിലും ഇതേ ആശയം വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും ഒരു യുദ്ധത്തിന് പോകുമ്പോഴോ യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന വഴിക്കോ അവരുടെ കയ്യിലുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളും തീർന്നു, ചുരുക്കം മാത്രം. വെള്ളം തീർന്നു, വളരെ കുറഞ്ഞ ആളുകളുടെ കയ്യിലോ മറ്റോ വെള്ളം മാത്രം ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി, ഭക്ഷണമൊന്നുമില്ല. അപ്പോ ആളുകൾ ഉദ്ധരിക്കുന്ന ഹദീസാണ്, ആളുകൾ പരസ്പരം ചർച്ച തുടങ്ങി. നമ്മുടെ യാത്രക്കുള്ള മൃഗമായിട്ടുള്ള ഒട്ടകത്തിനെ, യാത്ര പോകാനുള്ള മൃഗം ഉണ്ടല്ലോ, ഭക്ഷണത്തിനായിട്ട് അവർ ഒട്ടകങ്ങളെ അറക്കാൻ വേണ്ടി കൊണ്ടുപോകാറുണ്ട്. ഒട്ടകങ്ങളെ യാത്രക്ക് പോകുമ്പോൾ അറക്കാൻ വേണ്ടിയിട്ടുള്ള ഒട്ടകങ്ങളെ കൊണ്ടുപോകാറുണ്ട്. യാത്രാ മൃഗങ്ങളായിട്ട് ഒട്ടകങ്ങൾ ഉണ്ടാവും. അപ്പൊ യാത്രക്ക് കൊണ്ടുവന്ന ഒട്ടകങ്ങൾ നമുക്ക് അറുത്തിട്ട് ഭക്ഷിക്കാം എന്നുള്ള ചർച്ച വന്നു. ഇത് ഉമർ റളിയല്ലാഹു അൻഹു കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന് തോന്നി, ഇവര് യാത്ര അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, യാത്രക്കുള്ള ഒട്ടകങ്ങളെ കൂടി അറുത്ത് കഴിഞ്ഞാൽ ഇവർക്ക് യാത്രാമൃഗങ്ങൾ എന്താവും, ഇല്ലാതെയാവും. അപ്പൊ പിന്നെ കൂടുതൽ ബുദ്ധിമുട്ടാവുകയും ചെയ്യാം. അപ്പൊ വേഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലെ, നിങ്ങൾ പിന്നെ ഇവരെ ബാക്കിയുള്ള ഭക്ഷണമൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യണം, അതിൽ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും പറഞ്ഞു, ഒരു വിരിപ്പോ തോലോ എന്തോ വിരിച്ചിട്ട് അവരുടെ കയ്യിലുള്ള ഭക്ഷണ സാമഗ്രികൾ ബാക്കിയുള്ള എന്താണോ, ഗോതമ്പോ റൊട്ടിയോ എന്താണോ ഉള്ളത് അതൊക്കെ കൊണ്ടുപോയി ഈത്തപ്പഴം എന്തായാലും കൊണ്ടുപോയിടാൻ പറഞ്ഞു. അങ്ങനെ എല്ലാം കൊണ്ടുപോയിട്ടു. ചില ആളുകൾ ഈത്തപ്പഴത്തിന്റെ കുരു കൊണ്ടുപോയിട്ടു. അപ്പൊ ഈത്തപ്പഴത്തിന്റെ കുരു എന്താ നിങ്ങൾ ചെയ്യാറ് ചോദിച്ചപ്പോ താബി ചോദിക്കുന്നതിന് എന്താ ഈത്തപ്പഴത്തിന്റെ കുരു കൊണ്ട് നിങ്ങൾ എന്താ ചെയ്യാറ്? അപ്പൊ അബൂ ഹുറൈറ പറയുന്നത്, അത് വെള്ളത്തിൽ മുക്കിയിട്ട് അതിങ്ങനെ വായിൽ വെച്ച് തീമ്പിയിട്ട് ഞങ്ങൾ വിശപ്പും ദാഹമൊക്കെ തീർത്ത് അങ്ങനെ പോവാറായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടുവന്നിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അത് വർദ്ധിച്ചു, അതിൽ വർധനവുണ്ടായി, ആളുകൾക്ക് ആവശ്യത്തിന് ഭക്ഷണത്തിനും എല്ലാ വസ്തുക്കളും അതിന് ലഭിക്കുകയുണ്ടായി. അതുപോലെ വെള്ളത്തിൽ വർധനവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരലുകൾക്കിടയിൽ നിന്ന് പലപ്പോഴായിട്ടും ഉണ്ടായിട്ടുണ്ട്, വെള്ളം ലഭിച്ചു, അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പൊ ഈ വർധനവ് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്, ഞാനിതാ ഷഹാദത്ത് ചെയ്യുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് റസൂല് പറയാണ്, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഷഹാദത്ത് ചെയ്യുന്നു, അതുപോലെ ഞാൻ മുഹമ്മദ് റസൂലുള്ളാഹിലും ഷഹാദത്ത് ചെയ്യുന്നു. സ്വയം ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ ഷഹാദത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ലാ യൽഖല്ലാഹ ബിഹിമാ അബ്ദുൻ ഗൈറ ഷാക്കിൻ ഫീഹിമാ ഇല്ലാ ദഖലൽ ജന്ന. ഈ രണ്ട് കലിമത്ത് കൊണ്ട് ഒരു സംശയമില്ലാതെ അള്ളാഹുവിനെ ആരാണോ കണ്ടുമുട്ടുന്നത് അവൻ എന്തായാലും സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹയോടൊപ്പം യഖീൻ ഉണ്ടെങ്കിൽ സ്വർഗമുണ്ട് എന്ന് പറയുമ്പോൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്താണ് യഖീൻ എന്നുള്ളത് ഉലമാക്കൾ ഈ ഹദീസുകളിൽ നിന്നും അതുപോലെ ഈ കൊടുത്ത ആയത്തിൽ നിന്നുമെല്ലാം തെളിവെടുത്തതായി നമുക്ക് കാണാൻ സാധിക്കും. ഫമൻ ലം യസ്തൈഖിൻ ബിഹാ ഖൽബുഹു, ഇനി ആരുടെയാണോ കൽബ് ഇതിൽ ദൃഢതയില്ലാത്തത് അല്ലെങ്കിൽ ദൃഢത ലഭിക്കാത്തത്, ലം യസ്തഹിഖ ദുഖൂലൽ ജന്ന, അവൻ സ്വർഗപ്രവേശനത്തിന് അർഹനാവുകയില്ല, സ്വർഗപ്രവേശനത്തിന് യോഗ്യനാവുകയില്ല എന്ന് ഷെയ്ഖ് പറയാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി അടുത്ത ദർസിൽ വായിക്കാം. സമയം കുറെ വൈകുന്നതുകൊണ്ട്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് ഓരോരുത്തരും പഠിക്കണം കേട്ടോ. പിന്നെ എളുപ്പമാണ് പഠിക്കാൻ. നമുക്ക് പറഞ്ഞില്ലേ, പറ്റുന്ന രീതിയിൽ ഇന്നതാണ് ഷർത്തുകൾ, ഇതൊക്കെയാണ് ഉണ്ടാകേണ്ടത് എന്ന് പഠിക്കുക. അത് ജീവിതത്തിൽ ഉണ്ടോ എന്ന് എപ്പോഴും പരിശോധിക്കുക. നമ്മൾ പഠിക്കുന്നത് എന്തിനാണ്? ഒന്നാമത്തെ നമ്മുടെ ജഹൽ മാറ്റാനാണ്, രണ്ടാമത്തെയാണ് മറ്റുള്ള ആളുകളുടെ. ഒന്ന് നമ്മുടെ ജഹൽ മാറ്റണം, പിന്നെ നമ്മുടെ കുടുംബക്കാരുടെയും മാതാപിതാക്കളുടെയും കൂട്ടുകാരുടെയും അയൽവാസികളുടെയും സമൂഹത്തിന്റെയൊക്കെ രണ്ടാമത്തേതാണ്. നമുക്കുണ്ടോ അല്ലേ, നമുക്ക് ഈ കാര്യങ്ങൾ ഉണ്ടോ അല്ലേ പരിശോധിക്കാൻ ഇത് അറിയൽ നിർബന്ധമാണ്. അതുകൊണ്ട് പഠിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.